Paris or Rome, but I wanna go home. Maybe surrounded by a million people, I still feel all alone. Just wanna go home. Oh, I miss you, you know. And I've been keeping all the letters that I wrote to you, each one a line or two. I'm fine, baby, how are you? Well, I would send them, but I know that it's just not enough. My words were cold and flat, and you deserve more than that. Another airplane, another sunny place. I'm lucky, I know, but I wanna go home. I got to go home. Let me go home. You got away with me. Somehow you got me to believe in everything that I could be. I gotta say, you really got away. You got away, it seems. You gave me faith to find my dreams. You'll never know just what that means. Can't you see? You got away with me. It's in the way you want me. It's in the way you hold me. The way you show me just what love made it. It's in the way we make love. You got away with words. You get me smiling even when it hurts. There's no way to measure what your love is worth. I can't believe the way you get through to me. It's in the way you want me. It's in the way you hold me. The way you show me just what love made it. It's in the way we make
അറിയാതൊരു തളിരുലയുമ്പോൾ താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദി ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ
ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. ബലിയായി നൽകുന്നു ഞാൻ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. ബലിവേദിയിങ്കൽ തിരുനാഥനേകും തിരുമേയും തിരുനിണവും. ബലിവേദിയിങ്കൽ തിരുനാഥനേകും തിരുമേയും തിരുനിണവും. സ്വീകരിക്കാം നവീകരിക്കാം നമ്മൾ തൻ ജീവിതത്തെ. സ്വീകരിക്കാം നവീകരിക്കാം നമ്മൾ തൻ ജീവിതത്തെ. നമ്മൾ തൻ ജീവിതത്തെ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. കരുണാമയനവർത്താവേ സാദരമങ്ങേ വാഴ്ത്തുന്നു. ജീവിതപാതകളിലൂടെ നീ ചിന്തിയ നന്മകളോർക്കുന്നു. പുതിയൊരു ബന്ധമിതൊരുമയുടെ പുനരും സുതരെ കനിയണമേ. ശാന്തി നുകർന്നു വളർന്നിടുവാൻ ശക്തിയും അറിവും നൽകണമേ. വഴിയും സത്യവും ഉന്നതമാം ജീവനുമേകി നയിപ്പവനേ. രക്ഷവിരിഞ്ഞൊരു വീതികളിൽ തെറ്റാതിവരെ നയിക്കണമേ. നന്ദി ഉറഞ്ഞ മനസ്സുകളിൽ ദിവ്യവരങ്ങൾ നിറയ്ക്കണമേ. സൗഭാഗ്യത്തിൻ വീഴ്ചകളാൽ ശാശ്വത കാന്തി പകർത്തണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ഉത്സാഹമേയും കാരുണ്യപൂർവ്വം തർക്കം പാർക്കണമേ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി അവരെടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി അവർക്ക് പ്രദാനം ചെയ്യണമേ. വിവാഹ ജീവിതത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും ആ ജീവിതത്തിനു വേണ്ടി സ്വയം വിശദീകരിക്കുവാനും ഇവരെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സർവാധിപനായ കർത്താവേ, സമാധാനം നമ്മോട് കൂടെ. സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. എന്റെ കർത്താവേ, സഹജമായതെപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കാൻ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ്ണു കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ശക്തമയത്തെ പാടിടുവിൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. അതുവഴി സ്നേഹവും സന്തോഷവും ഞങ്ങളെ വർദ്ധിക്കുവാനും ഞങ്ങളെ രക്ഷപ്രാപിച്ചമേ ശ്രദ്ധിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർ ഹൃദയരായിരിക്കും. വചനം അനുസരിക്കാത്തവരുണ്ടെങ്കിൽ വാക്കുകൊണ്ടല്ല, ഭാര്യയുടെ ആഗ്രഹം നിറഞ്ഞ നല്ല പെരുമാറ്റം കൊണ്ട് അവർ മാനസാന്തരപ്പെടുവാൻ ഇടയാക്കണം. ഭാഗ്യമോടിക്ക് വേണ്ടി മുടി പിന്നുകയോ സ്വർണ്ണാഭരണം അണിയുകയോ വിശിഷ്ട വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യരുത്. അലങ്കാരമെല്ലാം ആന്തരികമായിരിക്കണം. അത് മനുഷ്യന്റെ ഹൃദയത്തിലായിരിക്കണം. അതായത് സൗമ്യവും ശാന്തവുമായും ആന്തരിക പ്രകൃതിയും അത് അക്ഷയമാണ്. അതാണ് ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്. ദൈവത്തിൽ പ്രീതി അർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വന്തം അലങ്കരിച്ചത് അങ്ങനെയാണ്. ഭർത്താക്കന്മാരെ, നിങ്ങളും വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് കൂടെ ക്ഷമിക്കുവിൻ. സ്ത്രീ വിലഹിന്റെ പാത്രമാണെങ്കിൽ ജീവിതായുമായി ലഭിക്കുന്ന തുല്യ അവകാശിനി എന്ന നിലയിൽ അവളെ ബഹുമാനിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമൊന്നും സംഭവിക്കുകയില്ല. നമുക്ക് സദാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പ്രീശന്മാർ അടുത്തെന്ന് യേശുവിനെ പരീക്ഷിക്കുവാനായി പ്രകാരം ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരാൾക്ക് തന്റെ ഭാര്യയെ പരിത്യജിക്കുവാൻ പാടുണ്ടോ? അവിടുന്ന് അവരോട് അരുളി ചെയ്തു, സൃഷ്ടാവാദിയിൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. തന്നിമിത്തം പുരുഷൻ തന്റെ മാതാപിതാക്കന്മാരെ